ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ധാരാളം ബയേഴ്സ് പ്രീ കൺസ്ട്രക്ഷൻ ഹോംസിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ HST റിബേറ്റ് വന്നതും അതുപോലെ ബിൽഡേഴ്സിന്റെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് എല്ലാ സമയത്തും നമ്മൾ ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ ഹോംസിലേക്ക് പോകുന്നത് ഒരു ശരിയായ ഡിസിഷൻ ആണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇപ്പം കിച്ചണർ, വാട്ടർലൂ, കേംബ്രിഡ്ജ് ഏരിയ മാത്രം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ധാരാളം ഇൻവെന്ററി ഇപ്പം അവൈലബിൾ ആണ്. അപ്പം നമ്മളൊരു റീസെയിൽ ഹോംസിലേക്ക് പോകുന്നതും നമ്മളൊരു പ്രീ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ബയർ എന്ന നിലയിൽ നമ്മളൊരു ഡിസിഷനുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ ആണോ എടുക്കുന്നത് ലാഭകരം, അതോ റീസെയിൽ ഹോംസ് ആണോ എടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് കമ്പയർ ചെയ്യണം. കാര്യം നമുക്ക് ഒരു റീസെയിൽ ഹോമിൻ്റെ കാര്യങ്ങൾ വെച്ച് പോകുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് ഫിനിഷ്ഡ് ബേസ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു മച്ചുറായിട്ടുള്ളൊരു നെയ്ബർഹുഡിലായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ റീസെയിൽ ഹോംസിൽ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പ്രീ കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ ഒരുപക്ഷെ ഫിനിഷ്ഡ് ആയിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ മാർക്കറ്റ് കമ്പയർ ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു റീസെയിൽ ഹോംസിൻ്റെ ഇതിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു 100,000 പ്ലസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയേക്കും. ഒരു ബയർ എന്ന നിലയിൽ നമ്മളൊരു ഡിസിഷനുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ പ്രീ കൺസ്ട്രക്ഷനും നമുക്ക് നല്ല ലാഭകരമെന്നോ അല്ലെങ്കിൽ എല്ലാ റീസെയിലും ഒരു മോശം എന്നോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കമ്പയർ ചെയ്തെടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.